നാച്ചുറോപ്പത്തിനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ. പക്ഷെ എന്നാലും എനിക്കങ്ങനെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാച്ചുറോപ്പത്തി കൊണ്ട് ഇത് മാറുമെന്ന്. ഓഫ് ലോഡിങ് ബ്രേസസ് ഇല്ലാണ്ട് എനിക്ക് നടക്കാൻ പറ്റൂലായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ബ്രേസസ് ഇല്ലാതെ എത്ര ദൂരം വരെ നടന്നു ഇവിടെ? ഞാനൊരു 3 കിലോമീറ്റർ വരെയൊക്കെ നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു 10 അടി നടക്കുമ്പോഴേക്കും ഭയങ്കര വേദന, പിന്നെ ബ്രേസസ് ഒക്കെ എടുക്കേണ്ടി വരും. പ്രഷറിൻ്റെ മരുന്ന് ബന്ധായി. അത് ഒരു ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. കുറേ ട്രൈ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ, അതും ഒരിക്കലും നടന്നിരുന്നില്ല. പക്ഷേ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 7 കിലോ, ഇനി പാൻറ്റൊക്കെ വേറെ മേടിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോസ്പിറ്റൽ പോലെ നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഹോം അവേ ഫ്രം ഹോം എന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് അങ്ങനെ വരാനുള്ളൊരു മനസ്സും തോന്നിച്ചതും ദൈവത്തിന് നന്ദി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ടീം സപ്പോർട്ട് ഏറ്റവും നല്ലത്. പോരാത്തതിന് ഹെമോഗ്ലോബിൻ എപ്പോഴും എൻ്റെ കുറവായിരുന്നു. 5% ഒക്കെ ആയിരുന്നു എൻ്റെ ഹെമോഗ്ലോബിൻ. ഇന്നത്തെ സ്ഥിതി, ഇന്ന് 22nd ഡേയാ. ഇന്നത്തെ സ്ഥിതിയിൽ എൻ്റെ ഹെമോഗ്ലോബിൻ 10 എത്തിയിട്ടുണ്ട്. ഈ ഫുഡ് ഇതാണ് 10.9 FS. പ്രകൃതി ചേച്ചിക്ക് എങ്ങനെയാണ് 5%-ൽ നിന്ന് 10.9-ലേക്ക് ഹീമോഗ്ലോബിൻ എത്തിയതെന്നറിയോ? ഫാസ്റ്റിങ്ങിലൂടെ. ഓഹോ, ഫുഡിലൂടെ അല്ല. ഓക്കെ. അതിനെക്കാട്ടി മെയിനായിട്ട് മാം, ദാറ്റ് വാസ് സ്ട്രെസ് ലെവൽ. എപ്പോഴും എനിക്ക് എൻ്റെ മോൻ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് മാം പറഞ്ഞ ഒരു വേർഡ് എപ്പോഴും ഓർമ്മയുണ്ട്, വയറ്. അത് ഞാനൊരു ഭയങ്കരമായിട്ട് കുടവാരിയായിരുന്നു. ഒരിക്കലും എനിക്ക് സാരിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു മാഡം. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വീർത്തിരുന്നായിരുന്നു വയർ. ബട്ട് ആഫ്റ്റർ 21 days നൗ ഐ ക്യാൻ ഫോൾഡ് മൈ ലെഗ്. എനിക്ക് രാത്രിയിലൊരു തോന്നുമായിരുന്നു എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ആവുന്നു, ഇനിയിപ്പം ചിലപ്പോഴൊക്കെ യൂറിൻ ലീക്കേജ് മാതിരി എനിക്ക് തോന്നുമായിരുന്നു. അത് നൗ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സോൾവ്. ഇതേ മാം ഞാൻ കണ്ടിന്യൂറ്റി ചെയ്യും. ബിക്കോസ് ഐ എം വെരി സ്ട്രിക്റ്റ്. എനിക്ക് എൻ്റെ ഹെൽത്താണ് മെയിനായിട്ട്. ലിസൺ ടു യുവർ ബോഡി, നോട്ട് യുവർ മൈൻഡ്. എല്ലാവരും നല്ല കർട്ടിയസ് ആണ്. ശരിക്കും ഒരിക്കലും ഞങ്ങളൊക്കെ ഇത്രയും കാലമൊക്കെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ, സ്ട്രെസ്സ് എന്തായാലും ഒരാളുടെ മുഖത്ത് കാണും. പക്ഷേ ഇവർ ഇപ്പോൾ ഫുഡ് ഡെലിവർ ചെയ്യുമ്പോൾ ഫുഡ് നമുക്ക് വിളമ്പി തരുമ്പോഴും ഒരിക്കലും ആ സ്ട്രെസ്സ് കാണാനില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അത് എങ്ങനെ, ഞാൻ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു സ്ട്രെസ് ഇല്ലേ. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം പ്രദോഷ് സാറുണ്ട്, രേഖിത ചേച്ചിയുണ്ട്. രണ്ടുപേരും 3 ആഴ്ചത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ജീവനത്തിൽ നിന്ന് ഇന്ന് മടങ്ങുകയാണ്. എന്തായാലും രണ്ടുപേരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തണം. ജീവനത്തിലെ പ്രകൃതി ചികിത്സ അനുഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഒന്ന് പങ്കുവയ്ക്കണം. ഞാൻ IIM-ലാണ് ജോലി ചെയ്യുന്നത്. മിനിയാന്നാണ് 29 വർഷം കഴിഞ്ഞത് IIM-ൽ. 29 വർഷം. അപ്പോൾ നാച്ചുറോപ്പത്തിനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തുമ്പോൾ എനിക്കിങ്ങനെ ഇവിടെ വന്നത് മുട്ടുവേദന ഒക്കെ ആയിട്ടാണ്. അപ്പോൾ മുട്ടുവേദന ഞാൻ ഒരുപാട് സ്പോർട്സൊക്കെ കളിക്കും. അപ്പോൾ ഇത് സ്പോർട്സ് കളിക്കാതിരിക്കാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്സാണ്. സ്പോർട്സ് കളിച്ചേ മതിയാവും അങ്ങനെ. അപ്പോൾ ഇനി ഒരു പ്രശ്നമായപ്പോൾ പിന്നെ അതെല്ലാം നിർത്തേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഈ ബിന്ദുവിൻ്റെ റെഫറൻസിൽ അവരെ ഒരു കലീഗ്സ് ഉണ്ടായിരുന്നു, അവരടുത്ത നെയ്ബേഴ്സും. അവരാണ് പറഞ്ഞത്, നിങ്ങളൊരു ഫ്രണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവരോടൊന്ന് ചോദിച്ച് നോക്ക്. അവർക്കും കുറേ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ സുഖപ്പെട്ടു. പക്ഷെ എന്നാലും എനിക്കങ്ങനെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേച്ചുറോപ്പത്തി കൊണ്ട് ഇത് മാറുമെന്ന് വെച്ചാൽ അവിടെ 2-3 ഡോക്ടേഴ്സിനെ ഓർത്തോനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തേ മതിയാവുന്നതാണ്. കുറച്ച് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് കാല് സ്റ്റക്ക് ആവുക, അങ്ങനെ ഒരു ചെറിയ മുടന്ത് പോലൊക്കെ വന്നിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവനത്തിലെത്തിയ പിന്നെ എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെ അത് ശരിയാവും എന്നുള്ളത്. മിനിസ്കസ് ടയറാണേ, അപ്പോൾ അത് പെട്ടെന്നൊന്നും അത്ര ശരിയാവില്ല. പക്ഷേ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ. പണ്ടൊക്കെ ഒരു മറ്റേ ഓഫ് ലോഡിങ് ബ്രേസസ് ഇല്ലാണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇല്ലാതെ എത്ര ദൂരം വരെ നടന്നു ഇവിടെ? ഞാനൊരു 3 കിലോമീറ്റർ വരെയൊക്കെ നടന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു 10 അടി നടക്കുമ്പോഴേക്കും ഭയങ്കര വേദന, പിന്നെ ബ്രേസസ് ഒക്കെ എടുക്കേണ്ടി വരും. അതൊരു വലിയ ചേഞ്ച് അല്ലേ? 10 അടിയിൽ നിന്ന് 3 കിലോമീറ്ററിലേക്ക് എന്ന് പറയുന്നത് നല്ലൊരു ചേഞ്ചാണ്. പിന്നെ ഇത് എപ്പോൾ നോക്കിയാലും ഈ ബ്രേസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ മറ്റേ ബ്ലഡ് ഇതാവും, എന്താ പറയാ, ഇങ്ങനെ കോൺട്രാക്ട് ആയി പോകും. പിന്നെ അത് ഊരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇടേണ്ടി വരുന്നില്ല. എന്തായാലും ചികിത്സ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഫാസ്റ്റ് എടുക്കും. പക്ഷേ വാട്ടർ ഫാസ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരിക്കലും തോന്നിയില്ല എനിക്കത് ചെയ്യാൻ പറ്റുന്നു. പിന്നെ എന്തായാലും ഇവിടെ അങ്ങനത്തെ ഓയിലില്ലാത്ത ഫുഡൊക്കെ അല്ലേ, അപ്പോൾ അതും വരുന്നത് ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ ഓയിൽ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും ഞങ്ങൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷെ വാട്ടർ ഫാസ്റ്റിംഗ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചെയ്യാൻ പറ്റുന്ന.
പക്ഷേ അതിൽ കൂടെ കുറേ ചേഞ്ചസ് വന്നു. എൻ്റെ തൈറോയിഡ് എപ്പോഴും 3 നിൽക്കുമായിരുന്നു. 100 mcg എടുത്തുകൊണ്ട് അല്ലേ 112 112 എടുത്തിട്ട് ആണ് നോർമൽ നിർത്തിയത്. നോർമൽ നിർത്തിയിരുന്നത്. അത് ഇവിടെ വന്ന് അത് 0.23 എത്തി. പ്രഷറിൻ്റെ മരുന്ന് ബന്ധായി. അത് ഒരു ഓൾമോസ്റ്റ് 10 വർഷമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. അത് ബിലോ നോർമലിൽ ബിലോ നോർമലിൽ വന്നു തുടങ്ങി. മെഡിസിനും പോയി. അതെ, പിന്നെ കുറേ ട്രൈ ചെയ്തു വെയിറ്റ് കുറയ്ക്കാൻ. അത് ഒരിക്കലും നടന്നിരുന്നില്ല. പക്ഷെ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 7 കിലോ, ഞാൻ പാൻറ്റൊക്കെ വേറെ മേടിക്കേണ്ടി വരും. അതിന് ലൂസായി ഒക്കെ 7 കിലോ അതും പോയി. അതും പോയി കിട്ടി. ഇനി ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളൊരു തോന്നലുണ്ടോ ഈ ഒരു ലൈഫ് സ്റ്റൈൽ? ഇല്ല. ഇപ്പൊ ഈ 21 ദിവസം ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോസ്പിറ്റൽ പോലെ നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഹോം അവേ ഫ്രം ഹോം എന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ മാറ്റങ്ങൾ വന്നത് ഫുഡ് ഹാബിറ്റ്സിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഓഫീസിന്റെ റഷിൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അത് പഠിക്കേണ്ട ഒരു കാര്യം. കോമ്പിനേഷനൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊരു തോന്നൽ. അത് പറ്റും എന്തായാലും. ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ എളുപ്പമാണ്. പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ അനുസരിച്ച് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നല്ലതും. സദ്യ നമ്മൾ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഞങ്ങൾ ഓയിലില്ലാത്ത പരിപാടിയില്ലേ, അപ്പോൾ ഓയിലില്ലാതെ സദ്യ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെയും കൂടെ സന്ധ്യ ചേച്ചിനെ കളിയാക്കി, സദ്യ ബൈ സന്ധ്യ. നല്ല രസമായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ട് സദ്യ വരെ നമുക്ക് ഉണ്ടാക്കാം. അതെ അതെ. എന്നാൽ അത് കഴിച്ചാൽ ഹെവിയാണ്. പക്ഷെ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കഴിക്കാത്ത പോലെ ഒരു അത് ദഹിക്കും. അത് എനിക്ക് തോന്നുന്നു ഈ പ്രഷറും തൈറോയിഡും ഒക്കെ ഇതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഫുഡ് തന്നെ. ഫുഡ് ഒരു ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു. ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഡയബറ്റീസ്, പ്രഷർ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് റൈസൊക്കെ ഒഴിവാക്കലുണ്ട് പൊതുവെ. അതെ അതെ അതെ. പക്ഷെ ജീവിതത്തിൽ നമ്മൾ ചോറൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അതെ, അവിടെ പ്രീ ഡയബറ്റിക് വരെ എത്തിയതാ, 6.1 വരെ ഒക്കെ ആയതാണ്. പക്ഷെ അതും ഒരുപാട് കുറഞ്ഞു. അപ്പൊ ഈ ഫുഡ് ഹാബിറ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വ്യത്യാസം വരും. ഫുഡും എക്സസൈസും പിന്നെ ഇവിടെ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ, സൈക്കോളജിക്കലി മെന്റലി എന്തൊക്കെ കാര്യങ്ങളാണ്. ഫുഡിനോടൊപ്പം ഓരോ സൈക്കോളജിക്കൽ ക്ലാസ്സസ് അവരുണ്ട് എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വരാൻ പറയുന്നത്. അതൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. കുറേ മറന്നിട്ടുള്ള സൈക്കോളജിക്കൽ ഡീടോക്സിഫിക്കേഷൻ. പിന്നെ ടു റിലീവ് എന്ന് വെച്ചാൽ കുറേ സെൽഫ് അനാലിസിസ് ചെയ്യേണ്ടി വന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഓർത്തിട്ട് പോലും ഇല്ല ഇങ്ങനെയൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ടാവും. അത് എവിടെയോ മനസ്സിന്റെ കോർണറിൽ അതൊക്കെ കിടക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതും ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണെന്ന് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. അതെ, അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റി. ഇനിയും കുറേയൊക്കെ ബാക്കി ഉണ്ടാവും. അത് ഞാൻ അനലൈസ് ഇങ്ങനെ മുഴുവൻ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ഇവിടെ അങ്ങനെ സ്ട്രെസ്സും ഇല്ല. ഇനിയിപ്പോൾ വർക്കിൽ പോയിട്ട് നമ്മൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം അത് നോക്കേണ്ടി വരും. എന്തായാലും ഒരു സ്ട്രെസ്സിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളെയും ഒഴിവാക്കുക, അതിന് വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കലി കൂടി ഒരു ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ഒരു ചികിത്സയിലൂടെ പോയിട്ടുണ്ട്, ശരീരകൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം. ആക്ച്വലി ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. എല്ലാം കൂടെ മുത്ത് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലീവ് കിട്ടാൻ പാടാ. എത്രയും ദിവസം ലീവ് കിട്ടി. പിന്നെ നമുക്ക് അങ്ങനെ വരാനുള്ള ഒരു മനസ്സും തോന്നിച്ചതും ദൈവത്തിന് നന്ദി. ശരിക്കും തൃശ്ശൂർക്കാരനാണ്. അതെ. 29 വർഷമായിട്ട് 29 അല്ല, ജനിച്ചപ്പോ തൊട്ട്. ജനിച്ചത് മാത്രം ഇവിടെ വളർന്നതൊക്കെ അവിടെ തന്നെ, ഗുജറാത്തിൽ തന്നെയാണ്. അതെ, സ്കൂളിങ്ങും കോളേജും പിന്നെ പഠിപ്പൊക്കെ അവിടെ തന്നെ ആയിരുന്നു. ഇവിടെ IIM കയറിയിട്ട് 29 വർഷം. 29 വർഷം ഓഗസ്റ്റ് 23 കഴിഞ്ഞു. ഓക്കെ, നന്നായി. ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റി പറയാം. എല്ലാവരും നല്ല കേർട്ടിയസ് ആണ്. ഈവൻ നമ്മളെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന സ്റ്റാഫ് മുതൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ ശരിക്കും ഒരിക്കലും ഞങ്ങളൊക്കെ ഇത്രയും കാലമൊക്കെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ, ആ സ്ട്രെസ്സ് എന്തായാലും ഒരാളുടെ മുഖത്ത് കാണും. പക്ഷേ ഇവർ ഇപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ ഫുഡ് നമുക്ക് വിളമ്പി തരുമ്പോഴും ഒരിക്കലും ആ സ്ട്രെസ്സ് കാണാറില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അത് എങ്ങനെ, ഞാൻ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു സ്ട്രെസ് ഇല്ലേ. ഉണ്ടാവും, ഇപ്പോൾ മനുഷ്യന്മാരെ സ്ട്രെസ് ഇല്ലാണ്ടിരിക്കില്ല. പക്ഷെ അവർ ആ പ്രൊഫഷണലായിട്ട് നല്ല ഇത് ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് വീട്ടിൽ വെച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തറോ പ്രൊഫഷണലായിട്ട്. നമ്മൾ ഒരിക്കലും ഡാൻസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവരെ സ്റ്റെപ്സൊക്കെ നല്ല ഒരാൾ ഡാൻസ് ചെയ്യാന്നുള്ളതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതില്ല, നല്ലതായിട്ട് ഗർഭ ഞങ്ങൾ പിന്നെ ഗുജറാത്ത് കേരളയിൽ കൊണ്ടുവന്നു. നവരാത്രി പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസമൊക്കെ ഇത്തിരി വേദന എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ്. അങ്ങോട്ട് സ്റ്റക്കായി പോകുന്ന അവസ്ഥയില്ല. പിന്നെ സ്പോർട്സ്മാൻ അല്ലേ, നെവർ ഗിവ് അപ്പ് എന്നുള്ള ഇത്. ഇപ്പം തിരിച്ചു പോയാൽ ഞാൻ സ്വിമ്മിങ്ങും ജിമ്മും ഒക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി വരുമല്ലോ അതിൻ്റെ. എന്തായാലും ഇനിയിപ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ല. ഞാൻ സ്വയം റെസ്ട്രിക്ഷൻസിൽ നിന്നും പുറത്ത് കിടക്കുകയാണ് അല്ലേ.
അപ്പൊ എന്തായാലും വളരെ ആരോഗ്യത്തോടു കൂടി ഇതേപടി തന്നെ പോകാനായിട്ട് പറ്റട്ടെ. എല്ലാ സ്പോർട്സും കളിക്കാൻ പറ്റട്ടെ. അതെ, അതാണ്. പിന്നെ അച്ഛനായിരുന്നു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. മാഡത്തിൻ്റെ അച്ഛൻ നല്ല യോഗയിൽ കുറേ കാര്യങ്ങൾ, പിന്നെ ആള് നല്ല ഇൻസ്ട്രക്ഷൻസ് സമയത്തിന് തരും. പറ്റുന്നില്ലെങ്കിൽ ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ പറ്റത്തില്ലെങ്കിലും നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്യാൻ നോക്കും. ആൾ പറഞ്ഞ അത് പാടില്ല, സുഖമാകുമ്പോൾ ചെയ്താൽ മതി. പിന്നെ ആളും തന്നെ കുറേ ഇതിലൊക്കെ ട്രോമയിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് അത് നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു. പിന്നെ യോഗയിലൊക്കെ നമ്മൾ നിർത്താണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ബ്രേക്സ് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആൾ നല്ലോണം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി എന്തായാലും പ്രിയതമ്മയോട് ചോദിക്കട്ടെ. രഹിത ചേച്ചി, ഇദ്ദേഹം ഗുജറാത്തിൽ തന്നെയാണ്. രഹിത ചേച്ചി ഒരു കൊട്ട പ്രശ്നവുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ കേസ് ഷീറ്റ് എഴുതി തീരുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പേര് രാഖിത, പ്രദോഷിൻ്റെ വൈഫാണ്. ഞാൻ ഗുജറാത്തിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് തന്നെ. എൻ്റെ മലയാളമൊക്കെ ശരിക്ക് അത്ര ക്ലിയറൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയാം. രഹിത ചേച്ചി എന്താ ചെയ്യുന്നത് അവിടെ? ഞാൻ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, കമ്പ്യൂട്ടർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഈ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് യൂട്രീൻ ഫൈബ്രോയിഡ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു സിൻസ് 10 years ഉണ്ട്. പക്ഷേ റീസെൻ്റ്ലി 3 years കൊണ്ട് എനിക്ക് ഹെവി ബ്ലീഡിങ്, ഭയങ്കരമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബോഡിയിൽ റാഷസ്, ഈച്ചിങ് കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഈ പറഞ്ഞ കണക്ക് സ്ട്രെസ് ലെവൽ കൂടുതലായിരുന്നു. എപ്പോഴും ഓവർ തിങ്കിങ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് 100% ഒക്കെ ആയിട്ടാണ് പോണത്, പക്ഷെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടത്തില്ല. ഈ സ്ട്രെസ് ലെവൽ കാരണം എനിക്ക് പല പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് 3 മണിയാകുമ്പോൾ ഞാൻ എണീച്ചിരിക്കും ഏർലി മോർണിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കമില്ല, ഫുഡ് ഇൻടേക്കും കുറവായിരുന്നു. പിന്നെ പോരാത്തതിന് ഹെമോഗ്ലോബിൻ എപ്പോഴും എൻ്റെ കുറവായിരുന്നു. 5% ഒക്കെ ആയിരുന്നു എൻ്റെ ഹെമോഗ്ലോബിൻ. ഈ പറഞ്ഞ കണക്ക് വൺ ഓഫ് അവർ കലീഗ് ഹു വിസിറ്റഡ് ദിസ് സെൻറ്റർ, അവർ പറഞ്ഞു ഇവിടെ പോകുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്ക്, നാച്ചുറോപ്പത്തി പോവാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് എങ്ങനെ അതിൻ്റെ. അത് പറഞ്ഞപ്പോൾ തന്നെ വിത്തിൻ ഞങ്ങൾ വിചാരിച്ചതും ഇല്ല, ഷീ ടോൾഡ് മീ ഓൺ സാറ്റർഡേ ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഓൺ സൺഡേ മാമിന് ഞാൻ ഫോൺ ചെയ്തു, മാം സോ ആൻഡ് സോ ഇസ് ദ പ്രോബ്ലം, എന്തായിരിക്കും ഇതിൻ്റെ. മാം അന്നേരം തന്നെ പറഞ്ഞു യു കം ഹിയർ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം അതനുസരിച്ചിട്ട് ചെയ്യാവുന്ന. അതിൻ്റെ 3rd day തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ തന്നെ എല്ലാം ബുക്ക് ചെയ്തതല്ല, ഇനി പോയേ പറ്റൂ. ഞങ്ങൾ 25 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ വീടിൽ നിന്ന് ഇങ്ങനെ ദൂരമായിട്ടുള്ള ഞങ്ങൾക്കത് സംഭവം ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സപ്പോർട്ട്, ടീം സപ്പോർട്ട് ഏറ്റവും നല്ലത്. എല്ലാ ദിവസവും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റും ഗൈഡൻസും അവർ പറഞ്ഞ കണക്ക് എവറി ഡേ നിങ്ങൾ എന്തൊക്കെ പ്രോബ്ലമാണ് എവറി ഡേ ഫേസ് ചെയ്യുന്നത് അത് നിങ്ങൾ പറയുക. അങ്ങനെ പറഞ്ഞ് ഇപ്പം ഇന്നത്തെ സ്ഥിതി, ഇന്ന് 22nd day, ഇന്നത്തെ സ്ഥിതിയിൽ എൻ്റെ ഹെമോഗ്ലോബിൻ 10 എത്തിയിട്ടുണ്ട്. ഈ ഫുഡ് ഇതാണ് 10.9 FS അത് എത്തിയിട്ടുണ്ട്. നിന്ന് എത്രയല്ല ഇപ്പോൾ ഹീമോഗ്ലോബിൻ എത്തി? 5%. ഹീമോഗ്ലോബിൻ 5%-ൽ നിന്ന് 10.9 എങ്ങനെ എത്തി? വിതിൻ 21 days ഈ ഫുഡും ഞാൻ എത്ര സപ്ലിമെൻറ്റ്സ് എടുത്തെന്നറിയോ? എനിക്ക് തന്നെ അറിയില്ല എത്ര സപ്ലിമെൻറ്റ്സ് ഞാൻ എപ്പോഴും എവറി ഡേ എടുക്കുമായിരുന്നു. ഈവൻ അയണും എനിക്ക് ബോട്ടിൽ കുത്തിയിട്ട് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. രഹിത ചേച്ചിക്ക് എങ്ങനെയാണ് 5%-ൽ നിന്ന് 10.9-ലേക്ക് ഹീമോഗ്ലോബിൻ എത്തിയതെന്നറിയോ? ഫാസ്റ്റിങ്ങിലൂടെ. ഓഹോ, ഫുഡിലൂടെ അല്ല. ഓക്കെ, ഇതിലൂടെ സപ്ലിമെന്റിലൂടെയാണെങ്കിൽ നേരത്തെ എത്തേണ്ടത്. ഫാസ്റ്റിങ്ങിലൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചത്. ഫാസ്റ്റിങ്ങും പിന്നെ പറഞ്ഞ സൈക്കോളജിക്കൽ ഡിറ്റോക്സിഫിക്കേഷനും ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 10 days ആ ഫാസ്റ്റിംഗ്. ഈ പറഞ്ഞ കണക്ക് ഞാനും വിചാരിക്കായിരുന്നു വെദർ ഐ വിൽ ഡു വാട്ടർ ഫാസ്റ്റിംഗ് ഓർ നോട്ട്. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, ഇനി സപ്ലിമെന്റ്സ് ഒക്കെ ഇനിയും പിന്നെ എടുക്കേണ്ട ആ ഒരു പേടിയൊക്കെ ഉണ്ട്. അതിൽ ഡെഫിഷ്യൻസി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടർ മാമും എനിക്ക് പറഞ്ഞു തന്നു അതൊന്നും ആവില്ല. അത് തന്നെ എൻ്റെ മെയിൻ സപ്പോർട്ടായിട്ട് ഇരുന്നത്. പിന്നെ ഹെമോഗ്ലോബിൻ കൂടി, തന്നെ തൈറോയ്ഡ് എനിക്ക് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഹോർമോണൽ ഇംബാലൻസിൻ്റെ അതിൻ്റെയും മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഞാൻ നിർത്തിയിട്ടുണ്ട് ഇപ്പം. അതും ബിലോ നോർമലിലെത്തി. ബിലോ നോർമലിലെത്തി. അതുകൊണ്ട് പിന്നെ യൂട്രീൻ ഫൈബ്രോയിഡ്സിൻ്റെ മെയിനായിട്ട്, അതിനേക്കാട്ടി മെയിനായിട്ട് മാം ദാറ്റ് വാസ് സ്ട്രെസ് ലെവൽ. എപ്പോഴും എനിക്ക് എൻ്റെ മോൻ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് മാം പറഞ്ഞ ഒരു വേർഡ് എപ്പോഴും ഓർമ്മയുണ്ട്, ഡോണ്ട് തിങ്ക് ഇമോഷണലി, യു ഷുഡ് തിങ്ക് ലോജിക്കലി. ദാറ്റ് ഹാസ് ഫിഡഡ് ഇൻ മൈ ബ്രെയിൻ. നോ, ദിസ് വിൽ വർക്ക്, നൗ ഐ വിൽ വർക്ക് അക്കോർഡിംഗ് ടു ദിസ് തിയറി ഓൺലി. ലോജിക്കലി ആയിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കത്തുള്ളൂ. ഇനി സ്ട്രെസ് ഇനി ഞാൻ എൻ്റെ ബോഡിക്ക് ഞാൻ തരത്തില്ല.
ഇനി ഒരു സ്ട്രെയിനും കൊടുത്തിട്ടില്ല. വയറ് അത് ഞാനൊരു ഭയങ്കരമായിട്ട് കുടവാരിയായിരുന്നു. ഒരിക്കലും എനിക്ക് സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു മാഡം. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വീർത്തിരുന്നായിരുന്നു വയർ. ബട്ട് ആഫ്റ്റർ 21 days നൗ ഐ ക്യാൻ ഫോൾഡ് മൈ ലെഗ്. ഏത് ആസനിലും നമുക്ക് നല്ലതായിട്ട് ഇരിക്കാനും പറ്റും. താങ്ക്സ് ടു അങ്കിൾ. അച്ഛനോട് നന്ദി പറയുക. നല്ലതായിട്ട് ഇൻഹലേഷൻ എപ്പം ചെയ്യണം, എക്സേൽ എപ്പം ചെയ്യണം, ടൈം ബ്രേക്കിൽ നമ്മളെങ്ങനെ അതിനെ എന്തോ പറയുന്നത് വർക്ക് ഓൺ ചെയ്യുന്ന അതെല്ലാം അങ്കിൾ പറഞ്ഞു വന്നു. അതനുസരിച്ചിട്ട് 21ാമത്തെ ദിവസത്തിൽ എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ശരിക്കും നീ നല്ലതായിട്ട് ഇതായിട്ടുണ്ട്, കുടവയറ് കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇത്. ഇനി പുറം വേദന എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പർ ബാക്കിൽ എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഹാവിങ് ഓയിൽ മസാജ് വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. എനിക്ക് രാത്രിയിൽ ഒരു തോന്നുമായിരുന്നു എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ആവുന്നു, ഇനിയിപ്പം ചിലപ്പോഴൊക്കെ ലീക്കേജ്, യൂറിൻ ലീക്കേജ് മാതിരി എനിക്ക് തോന്നുമായിരുന്നു. അത് നൗ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സോൾവ്. ഇതൊക്കെ എങ്ങനെ സോൾവ് ആയി എന്നാ പറയുന്നത്? ഇവിടെ മെഡിസിൻ കിട്ടിയില്ല, വലിയ ട്രീറ്റ്മെന്റ്സും കിട്ടിയില്ല. അപ്പൊ ഇതാരാണ്, ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സൊല്യൂഷന് വന്നത്? ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയല്ലോ. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി, വിതൗട്ട് ഓയിൽ ഫുഡ് ഇൻടേക്ക് ആയി നമ്മൾ. പിന്നെ സമയത്തിന് കിടക്കുക. പിന്നെ മാം പറഞ്ഞ് എനിക്കൊരു സൈറ്റ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. SITE എന്ന് പറയും ഞങ്ങൾ ഷോർട്ട് ഫോം ആക്കിയതാ മറക്കാതിരിക്കാൻ വേണ്ടി. മാം പറഞ്ഞു S for stress, I for intermittent fasting, T for type of the food whatever you intake, then E that is early to bed. ഈ 4 വസ്തുക്കൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് കണ്ടു കിട്ടുന്നുണ്ട്. ഇതേ മാം ഞാൻ കണ്ടിന്യൂറ്റി ചെയ്യും. ബിക്കോസ് ഐ എം വെരി സ്ട്രിക്ട്. എനിക്ക് എൻ്റെ ഹെൽത്ത് മെയിൻ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ബോഡിയിൽ സംഭവിക്കുന്നത് ഒരു സെൽഫ് ഹീലിംഗ് ആണ്. യെസ് മാം. ഇപ്പം ഇവിടെ തൈറോയ്ഡ് നോർമലായതും വയറ് പോയതും വൈറ്റ് ഡിസ്ചാർജ് പോയതും ഈ ബാക്ക് പെയിൻ പോയതോ എന്ത് പോയതും അവിടെ ഈ പറയുന്ന ഓൾട്ടർനേറ്റ് ഹോട്ട് ആൻഡ് കോൾഡ് പാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടുത്തെ ഫുഡോ ഒന്നുമല്ല, സെൽഫായിട്ട് ബോഡി ഹീൽ ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ പ്രശ്നങ്ങൾ മാറുന്നതിനായിട്ട് എഫേർട്ട് എടുത്തത് ജീവനത്തിലെ ഡോക്ടേഴ്സോ സ്റ്റാഫുകളോ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് സ്വന്തം ബോഡിയാണ്. അപ്പൊ ആ ബോഡീനെ മുഴുവനായിട്ട് വിശ്വസിക്കാൻ ഇനി നമുക്ക് പറ്റണം. So listen to your body, not your mind. പിന്നെ മാമിൻ്റെ എനിക്ക് ഇപ്പോഴും എല്ലാ ദിവസവും മാം ചോദിക്കും ഇന്നെന്ത് വിചാരിച്ചു, 4ാം വയസ്സിൽ എന്ത് നിങ്ങൾക്ക് പ്രോബ്ലം ഫേസ് ചെയ്തു. സെൽഫ് അനാലിസിസ് ചെയ്തിട്ട് ആ സ്ട്രെസ് ലെവൽ, ആ പണ്ടത്തെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ എന്തൊക്കെ ഞാൻ പേടിച്ചിരുന്നു, എനിക്ക് വിഷമിക്കാനുള്ള എന്തൊക്കെ മൊമെൻറ്റ് വന്ന, അതൊക്കെ നിങ്ങൾ ഗോ ത്രൂ ദാറ്റ് ടൈം പീരിയഡ് എന്നിട്ട് ജസ്റ്റ് അനലൈസ് ഇറ്റ് വൈ ഇറ്റ് ഹാപ്പൻസ്. ആ അനലൈസ് ഒക്കെ കഴിഞ്ഞിട്ടപ്പം ഐ ആം റിലാക്സ്ഡ്, മൈ മൈൻഡ് ഈസ് റിലീഫ്. ഇനിയിപ്പോൾ എനിക്ക് ഒന്നും അതിൻ്റെ കുറിച്ച് ഒന്നും ഇനി ആലോചിക്കേണ്ട. ചേച്ചി അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ ഒരു സ്ട്രെസ്സിലിരിക്കാൻ ഇഷ്ടമുള്ള ആളെ പോലെയായിരുന്നു. അങ്ങനെയല്ല, വളരെ കൂളായിട്ട് പിടിച്ചോണ്ട് വരും. എന്തായാലും ഇപ്പൊ അത് മാറി. യെസ്. പിന്നെ പെട്ടെന്ന് ഭയപ്പെടുന്ന പേടിക്കുന്നത്, എനിക്ക് വള്ളത്തോട് പേടിയുണ്ട്, ഹൈറ്റിനോടും പേടിയുണ്ട്. ഫ്ലൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. അങ്ങനെ തന്നെ വെള്ളം ഇങ്ങനെ ഇപ്പം കടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ വെള്ളത്തിൽ ഒന്നും അത്ര എടുക്കാൻ. പക്ഷെ ഈ പ്രാവശ്യം ആണെങ്കിൽ 2 പ്രാവശ്യം കടലിൽ പോയി അവിടെ ചെന്ന് നിന്ന് അവിടെയൊക്കെ വെള്ളത്തിന്റെ തൊട്ട് ആ പേടി ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഭയങ്കര. ഇപ്പൊ പേടികളില്ല. ഇപ്പൊ പേടികളല്ലേ. ഇനി ഇൻസെക്യൂരിറ്റി ഫീലിങ്ങുകൾ ഉണ്ടോ? ഇപ്പൊ ഇൻസെക്യൂരിറ്റി അത്ര ഫീലിംഗ് ഇല്ല മാം. ഇനി ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ലൈഫ് ഐ ഹാവ് ടു ഫേസ്. ഐ ഡോണ്ട് ഹാവ് ടു അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. യെസ്, ഐ എം റെഡി ടു അക്സെപ്റ്റ്. എന്തായാലും ഇവിടുന്ന് പഠിച്ചതെല്ലാം, ഇവിടുന്ന് കിട്ടിയതെല്ലാം ലൈഫിൽ എല്ലാ കാലത്തും ചേർത്ത് പിടിക്കുക ജീവിതത്തോട്. അതാണ് പിടിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പോൾ സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടും